പൊട്ടിച്ചിതറുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് KSUക്കാർ തച്ചു പൊട്ടിച്ചത്. പന്തളം NSS കോളേജ്. അതിനുശേഷം SFIയുടെ നിരവധി സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട്. KSUവിൻ്റെയും RSSൻ്റെയും ABVPയുടെയും ഗുണ്ടകളുടെയും ആക്രമണത്തിൻ്റെ ഭാഗമായി 37 സഖാക്കൾ SFIക്ക് വേണ്ടി രക്തസാക്ഷികളായി. അതിലാദ്യത്തെ രക്തസാക്ഷി സഖാവ് ബ്രണ്ണൻകുളയിലെ സഖാവ് അഷ്റഫായിരുന്നു. KSUക്കാർ എന്നെ കൊലപ്പെടുത്താൻ വേണ്ടി വന്ന ഘട്ടത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയ സഖാവ് അഷ്റഫ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതേപോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു പേരാണ് സഖാവ് G. സുധാകരൻ്റെ അനുജൻ ഭുവനേശ്വരൻ്റെ പേര്. ഞാനിന്ന് രാവിലെ വരുമ്പോൾ എൻ്റെ ഹോം ലൈബ്രറി ഭുവനേശ്വരൻ്റെ ഫോട്ടോ ഉണ്ട്, അഷ്റഫിൻ്റെ ഫോട്ടോ ഉണ്ട്. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് G. സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. അതിൻ്റെ തലേ ദിവസവും ആ ദിവസവും പിറ്റേ ദിവസവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് സഖാവ് G. സുധാകരൻ. ആ സുധാകരൻ എങ്ങനെ ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. 1980 കോൺഗ്രസ് രണ്ടായി, എയും ഐയുമായി. എ ഞങ്ങളുടെ കൂടെയായിരുന്നു. അന്ന് KSUവിലെ എ വിഭാഗം SFIയുമായി സഹകരിച്ചു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ഞങ്ങൾ KSU എയുമായി മുന്നണി ഉണ്ടാക്കിയതിൽ അതിശക്തമായി പ്രതിഷേധിച്ച ഒരാളാണ് G. സുധാകരൻ. ശരി, വളരെ വളരെ തീവ്രമായി വൈകാരികമായി തന്നെ പാർട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന G. സുധാകരൻ എങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതിലെ ഒരു അത്ഭുതമാണ് AK ബാലൻ പങ്കുവയ്ക്കുന്നത്.